അമിതമായി ആഘോഷിച്ച അതെ കാരി കുത്തി ചോരയായി. എന്നാ ചെയ്യാൻ? അയ്യോ. ഹായ് എവരിവൺ. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഒരു പുതിയൊരു സ്പോട്ടിലാണ്. കൂടെ ബൊർക്കാനുമുണ്ട്. നിങ്ങളപ്പം ഫ്രോഗ് ഒന്ന് കാസ്റ്റ് ചെയ്യാം, വരാലോ വല്ലോ അടിക്കുമെന്ന് നോക്കാം. കഴിച്ചുകൊണ്ടിട്ട് നമുക്ക് വള്ളത്തിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പിടിച്ചു നോക്കാം. ഇതാ നല്ല സ്ഥലമല്ലേ, കണ്ട. ഞങ്ങളുടെ ഗിയേഴ്സൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്യുകയാണ്, കണ്ട. ഒരു വലിയ കഴിച്ചുകൊണ്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മേടിച്ചായിരുന്നു. നല്ല സാധനമാണ്, നല്ല പോൾ റോൾ. ഇതിനായിട്ട് കുറച്ച് ചെമ്മീൻ മേടിച്ചു. പിന്നെ വേറെ തന്നെ കോഴിക്കോടിന് മേടിച്ചു ചെമ്മീനുണ്ട്. ചെമ്മീനാകുമ്പോൾ കട്ട് ചെയ്ത് ഇട്ടാൽ മതി. കണ്ടോ, നിറച്ചും വെള്ളമായി. അപ്പം ഇനി അടുത്ത മീൻ പിടിക്കുമ്പോൾ ഞാൻ അടുത്ത വീഡിയോ ഇടും. ചാർജ് കുറവാണ്. ഓക്കെ ഗായ്സ്, അടുത്ത മീൻ ഞങ്ങളൊരു വലിയ മീനെ പിടിക്കട്ടെ. കൊത്തൊന്നുമില്ല കേട്ടോ. കൊത്തായി ഒന്ന് വലിച്ചോണ്ട് പോയാൽ മതിയായിരുന്നു. ഈ ചെറിയ കൊത്തിൽ വരുമ്പം പൊക്കരുത്, വലിച്ചൊന്നകത്തോട്ട് കയറുമ്പോൾ വലിക്കണം. അപ്പുറത്ത് ഭയങ്കര ഒഴുക്ക. ലെറ്റ്സി. ഞങ്ങളപ്പം അവിടെ നിന്ന് മാറി നമ്മുടെ പഴയ സ്പോട്ടിലോട്ട് വന്നു. വരുന്ന വഴി കുറച്ച് എന്നാ മേടിച്ചവർക്കും വെയിറ്റൊക്കെ മേടിച്ചു. കുറച്ച് തക്കാളി മുറുക്ക്, നല്ല സാധനം. നമ്മുടെ താറാവ് ടീംസൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. ഇങ്ങൊന്നേ ഓർമ്മ ഉണ്ടോടാ? ഇങ്ങനെ ബൊർക്കാൻ ഒരു ഫിഷ് അടിച്ചേക്കുവാണ് ആഫ്റ്റർ എ ലോങ് ടൈം. കാണിച്ചു കൊടുക്കും. കല്ലടാ മുട്ടി. ഇങ്ങനത്തെ ഒരു 10 രൂപ കിട്ടിയ നമ്മള് രക്ഷയല്ലേ, ഒരു കറിക്കുള്ളതാവും. ലെറ്റ്സ് ട്രൈ മാൻ. അങ്ങനെ സെക്കൻഡ് കല്ലടാ മുട്ടേനെ കിട്ടിയിരിക്കുകയാണ് ഗൈസ്. ഇത് അത്യാവശ്യം വലുതാ കേട്ടോ. ബൊർക്കാൻ ഞാൻ പറയുന്ന ബൊർക്കാൻ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. കഴിച്ചുകൊണ്ട് പിടിച്ച്. അപ്പൊ നമ്മൾ ഇതിനായിട്ട് 60 രൂപയുടെ ചെമ്മീനാണ് മേടിച്ചേക്കുന്നത്. ഇപ്പൊ ഏകദേശം ഒരു 40 രൂപയുടെ മീൻ കിട്ടിയിട്ടുണ്ട് അല്ലേ. ഒരു 120 രൂപയുടെ മീൻ കിട്ടിയ ലാഭമാണ് അല്ലേ. ഒരു 200 രൂപയുടെ മീൻ കിട്ടണ്ടായിരുന്നു. ഉടക്കിപ്പോയല്ലോ, തീറ്റി പോയോ. പൊറുക്കൂതേ ഇവിടെ മീൻ പിടിച്ചൊരു എനിക്കൊന്നും കിട്ടുന്നില്ല കേട്ടോ. പൊറുക്കാൻ വന്ന് പൊറുക്കാന്റെ ശാപം മാറിയെന്നാ പറയുന്നത്. വലിയ കല്ലടാ മുട്ടി കേട്ടോ. പൊറുക്കാനെ ഇതിന്റെ 7% ചാർജ് ആണ്. അപ്പൊ നമുക്ക് ഇനി ബിഗ് വൺ വന്നിട്ട് എടുക്കാല്ലേ ബാക്കി. Okay guys, stay tuned for the big one. ഈ ഗ്ലാസ് കണ്ടോ, ഇത് നമുക്ക് വെള്ളത്തിലോട്ട് നോക്കിയാൽ മീനെ കാണാൻ പറ്റും. നമ്മൾ കുറേ വീഡിയോസ് കാണത്തില്ലേ ഇൻസ്റ്റാഗ്രാമിലൊക്കെ, ഇങ്ങനെ നോക്കുമ്പോൾ. ബൊർക്കാൻ്റെ ഇരുന്ന 1 വർഷമായിട്ട് 2 വർഷമായിട്ട് ഈ സാധനം എടുത്തിട്ടില്ല. ഞാനും ഇത് ആദ്യമായിട്ട് കാണുന്നത്. കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഫുള്ള് കാണാം, അകത്ത് അടി മീനുള്ളതെല്ലാം കാണാം. കാരി കിട്ടി അമ്മച്ചിക്ക് കൊണ്ട് കൊടുക്കും അല്ലേ. അപ്പം ഞങ്ങൾ വെയിറ്റ് ചെയ്യുവാണ്. അത് കഴിഞ്ഞിട്ട് 2-3 അടിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഒന്നാം തരം ഒരു പരലിനെ കിട്ടിയിട്ടുണ്ട്. ചെറുതാണ്, എന്നാലും നല്ല രസമല്ലേ പരലിനെ കാണാൻ. കൊള്ളാം, ബ്യൂട്ടിഫുൾ ഫിഷാണ്. അങ്ങനെ നമ്മുടെ അമ്മച്ചിക്ക് ഒരു കാരി എന്ന പരിപാടിയിൽ കാരി കിട്ടിയിരിക്കുകയാണ്. അമിതമായി ആഘോഷിച്ച അതെ കാരി കുത്തി ചോരയായി. എന്നാ ചെയ്യാൻ? അയ്യോ. നമുക്കൊരു വലിയൊരു മീനെ പിടിക്കണം, ഒരു വലിയൊരു വാളേനെ. അത് പിടിച്ചിട്ട് നമുക്ക് ഇനി അടുത്ത വീഡിയോ എടുക്കാം. ഓക്കെ, ബൈ ബൈ, സീ യു, ടേക്ക് കെയർ.